അപ്പോൾ നമ്മൾ എങ്ങനെ മികച്ച ഉപന്യാസം തയ്യാറാക്കാമെന്നാണ്. അതിൽ ഇവിടെയുണ്ട്. പഠന നേട്ടം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കി ഉപന്യാസങ്ങൾ തയ്യാറാക്കുന്നു. സൂചകങ്ങൾ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അനുയോജ്യമായ ഭാഷാ സവിശേഷ പ്രയോഗങ്ങൾ ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. ഉപന്യാസത്തിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട്. തുടക്കം, പ്രധാനാശയങ്ങൾ, വിശദീകരണങ്ങൾ, ഉപസംഹാരം. സ്വന്തം നിരീക്ഷണങ്ങൾ, നിലപാടുകൾ യുക്തി ഉദാഹരണങ്ങളും സഹിതം സ്ഥാപിച്ചിട്ടുണ്ട്. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെ തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉപന്യാസം എങ്ങനെ എഴുതാം? അതിലാവശ്യമായ ഇതാണ്. ആമുഖം, ഫസ്റ്റ് തലക്കെട്ട്, ആമുഖം, പ്രതിപാദ്യം, ഉപസംഹാരം അല്ലെങ്കിൽ അഭിപ്രായം. അതിനുശേഷം ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അവളുടെ പേര് ആണ്. അവളുടെ പേര് ഡാഷ് ആണ്. അമ്മ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ നടത്തി നൽകുന്നു. അവൾ എനിക്ക് സ്നേഹവും സംരക്ഷണവും നൽകുന്നു. ഞാൻ ദുഃഖിക്കുമ്പോഴും അസുഖമായിരിക്കുമ്പോഴും അമ്മ എന്നെ ആശ്വസിപ്പിക്കുന്നു. അമ്മ എന്നെ നല്ലതായി വളർത്താൻ വലിയ ത്യാഗങ്ങൾ സഹിച്ചു. അവൾ എനിക്ക് സത്യം, നന്മ, കരുണ എന്നിവയുടെ മൂല്യങ്ങൾ പഠിപ്പിച്ചു. അമ്മ എൻ്റെ ആദ്യ ഗുരുവാണ്. അവളുടെ സ്നേഹത്തിനും കൃത്യശേഷിക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാകും. എൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിലെ രാജ്ഞിയാണ്.